വീണ്ടും കാണേണ്ടവന് എന്റെ കണ്ണുകൾ തുറക്കണമോ? നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീ അത്ഭുതങ്ങൾ കാണണം. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 49:16 വാക്യം, ദൈവത്തിൻ്റെ വിരലുകൾ. ഇതാ ഞാൻ നിന്നെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 49:16 വാക്യം. ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മണവാട്ടി, ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭാര്യ. വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ആത്മീക അർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഭാര്യയാണ് ഇസ്രായേൽ. ദൈവത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭാര്യ എന്ന് അവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ എഴുതിയിട്ടില്ല. ഇസ്രായേലിൻ്റെ ചരിത്രം ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചു വരുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാര്യ എന്നാണ്. ദൈവത്തിൻ്റെ ഭാര്യ എന്നവിടെ ഉദ്ദേശിക്കുന്നതിൽ മറ്റ് തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. ഭാര്യയെ സ്നേഹിക്കുന്ന ആഴമായ സ്നേഹത്തിൻ്റെ ഒരു മർമ്മമാണ് അവിടെ കാണിക്കുന്നത്. ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പിതാവായ ദൈവമാണ്. അതുകൊണ്ടാണ് അങ്ങനെ വായിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ എന്ന് നമ്മൾ പറയുന്നില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഭർത്താവ് ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് ആഴമുണ്ടോ? അതിന് നീളമുണ്ടോ? വ്യാപ്തിയുണ്ടോ? പറഞ്ഞതിനെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അത്രയും ആഴമാണ് ഭർത്തൃ ഭാര്യ സ്നേഹമെന്ന് പറയുന്നത്. ഇതുപോലെയാണ് ആത്മമളവാണനായ ക്രിസ്തുവും തൻ്റെ സഭയുമായുള്ള സ്നേഹം. പഴയ നിയമത്തിലോട്ട് നമ്മൾ വരുമ്പോൾ പഴയ നിയമത്തിലെ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാര്യ എന്നാണ്. അപ്പോൾ ഭാര്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികമായ വ്യാഖ്യാനങ്ങൾ കൊണ്ട് അത് വ്യാഖ്യാനിക്കാനേ പാടില്ല. അതൊരു ആത്മീക അർത്ഥമാണ്. അതിൻ്റെ കാരണം ദൈവത്തിന് ഒരു സ്നേഹനിധി ഉണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ വീണ്ടെടുത്തത് തന്നെ കുഞ്ഞാടിൻ്റെ രക്തം കൊടുത്താണ്. ആമേൻ. തൻ്റെ ഇസ്രായേലിനെ അടിമനുഖത്തിൻ്റെ പാളയത്തിൽ നിന്ന്, ഇഷ്ടിക ചൂളയിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ച് ഇസ്രായേലിനെ പുറത്തു കൊണ്ട് വരുന്നത് തന്നെ കുഞ്ഞാടിൻ്റെ രക്തം അയച്ച്, രക്തത്താലുള്ള വിടുതലയച്ച്, രക്തത്താലുള്ള മുദ്രയിട്ട്, 10 പരം ബാധകൾ അയച്ച്, വിവിധ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് ശത്രുവിന് മാരകമായിരിക്കുന്ന പീഡനങ്ങൾ അയച്ചുകൊണ്ടാണ് തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെ കനാൻ ദേശത്ത് കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ്. പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും കുരുക്കിൻ്റെയും ഒരു കണ്ണിന് പോലും ദയയില്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് നമ്മൾ വിശുദ്ധ ഈ സഭായോഗത്തിൽ ഇത്രയും സന്തോഷവധിയോടുകൂടെ സന്തോഷവന്മാരായി ഇവനകത്തിരിക്കുവാൻ കാരണം ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം അത്ര ആഴമായ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ഒരു വെളിപ്പാടാണ് യെശയ്യാപ്രവചന പുസ്തകം അതിൻ്റെ 49 വാക്യത്തിൽ വായിക്കുന്നു. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറക്കും. പക്ഷെ ഞാൻ നിന്നെ മറക്കുകയില്ല. ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ് പറയുന്നത്. കുഞ്ഞിനെ പ്രസവിച്ച കുഞ്ഞിനെ ഒരു തള്ള മറക്കുമോ? ബക്കറ്റിലേക്ക് കുഞ്ഞ് പ്രസവിച്ച ഉടനെ ബക്കറ്റിലേക്ക് എടുത്തെറിഞ്ഞ എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രസവിച്ച ഉടനെ അഴുക്ക് ചാനലിൽ എത്രയോ അമ്മമാർ ഉപേക്ഷിച്ചിട്ടുണ്ട്. പ്രസവിച്ച ചോര കുഞ്ഞിനെ എത്രയോ പേർ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പ്രസവിച്ചതായ എത്രയോ മാതാപിതാക്കൾ എത്രയോ കുഞ്ഞുങ്ങളെ ടോയ്ലറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പ്രസവിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ വലതു കൈ കൊണ്ട് കഴുത്തിൽ അമർത്തി ഞെരിച്ചു കൊന്ന എത്രയോ തള്ളമാരുണ്ട്. ഇസ്രായേലിനോട് ദൈവം പറയുന്നു, ഇല്ല, ഞാൻ നിന്റെ കഴുത്ത് ഞെരിക്കത്തില്ല, ഞാൻ നിന്നെ കാട്ടിലെറിയത്തില്ല, ടോയ്ലറ്റിലെറിയത്തില്ല, ബക്കറ്റിലെറിയത്തില്ല, ഞാൻ നിന്നെ എന്റെ ഉള്ള കൈയിൽ
പുഴുവന് കൊടുക്കത്തില്ല, ഉറുമ്പിന് കൊടുക്കത്തില്ല, ഒരു കഴുകനും കൊടുക്കത്തില്ല, ഒരു ചീറ്റപ്പുലിക്കും കൊടുക്കത്തില്ല. അനാക്യ, ഹൂയർ, യെബൂസ്യർ, പെരിസ്യർ, ഒരു ജാതീയ ശക്തികൾക്കും എന്റെ തലമുറയെ ഞാൻ ഇസ്രായേലിന് കൊടുക്കത്തില്ല. ഞാൻ എന്റെ വിരല് കൊണ്ട് എന്റെ ഉള്ള കയ്യിൽ വരച്ചിരിക്കുന്നു ദൈവത്തിന്റെ വിരലുകൾ. ഒരാൾ ചോദിച്ചു, ദൈവത്തിന് കാലുണ്ടോ? ദൈവത്തിന് കാലുണ്ട്. പിശാചിന് കാലുണ്ടോ? കാലില്ല. പിശാചിന് കാലില്ല, ദൈവത്തിന് കാലുകളുണ്ട്. പിശാച് ചിരിക്കുമോ? പിശാച് ചിരിക്കത്തില്ല. ചിരിക്കാത്തൊരു വർഗമുണ്ടെങ്കിൽ പിശാച. ചിരി വേറെ, അട്ടഹാസം വേറെ. അട്ടഹാസം വേറെ, ചിരി വേറെ. ജീവിതത്തിൽ അർഹതയില്ലാത്ത നന്മകൾ ജീവിതത്തിൽ കോരിവാരി തരുമ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടത്തെന്ന് അറിയാതെ ലഭ്യമാകുന്ന പുരിഞ്ഞു പുറത്തു വരുന്ന ചിരി എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ചിരികളാണ്. അർഹതയില്ലാത്ത നന്മകളും സ്ഥാനങ്ങളും മാനങ്ങളും നമ്മെ തേടിയെത്തുമ്പോൾ അട്ടഹസിച്ചുകൊണ്ടല്ല നമ്മളത് കൈകൊണ്ട് വാങ്ങിക്കുന്നത്, ചെറുപുഞ്ചിരിയോടുകൂടെയാണ്. മണവാട്ടിയും മണവാളനും മണിയറയിലേക്ക് പ്രവേശിക്കുന്നത് അട്ടഹസിച്ചുകൊണ്ടാണോ? കല്യാണം ആളുകൾ പെൺകുട്ടി അവയെ ഉടുത്തൊരുങ്ങി, സാമേൻ മണവാളൻ ഉടുത്തൊരുങ്ങി കല്യാണ സ്ഥലത്തേക്ക് വരുന്നത് മുഖവും വലിച്ചു കയറ്റിക്കൊണ്ടാണോ? അല്ല, ചിരിയോടുകൂടെയാണ് വരുന്നത്, അട്ടഹസിച്ചുകൊണ്ടല്ല. ഈ ഭൂമിയിൽ ചിരിക്കാത്തൊരു വർഗമുണ്ടെങ്കിൽ അത് ദുരാത്മാവിൻ്റെ ശക്തികൾ. അതൊരിക്കലും ചിരിക്കയില്ല. 24 മണിക്കൂറും പല്ല് കടിച്ചുകൊണ്ട് നടക്കുന്ന ദുരാത്മാവിൻ്റെ വലയത്തിനകത്ത് നിന്ന് ഈ ആഴ്ച ഒരു ദിവസങ്ങളിൽ പൊട്ടി ഒന്ന് ചിരിക്കാനല്ല. ദാവീദ് പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചവനേക്കാൾ അധികമായി സന്തോഷം ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് തന്നത് ധാന്യം വർദ്ധിച്ചപ്പോഴല്ല, ചാക്ക് കണക്കിന് അരി എൻ്റെ വീട്ടിൽ വന്നു കയറിയപ്പോഴല്ല, ക്രിസ്തുവിലൂടെ ദൈവം എനിക്ക് നൽകിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിടുതലിന്റെയും ഘോഷയാത്രകളായിരുന്നു. അതുകൊണ്ട് അവൻ എന്നെ വിരുന്ന് വീട്ടിൽ കൊണ്ടുപോയി എന്റെ മേൽ പിടിച്ചിരുന്ന കൊടി കറുത്ത കൊടിയല്ല. കറുത്ത കൊടി കെട്ടുവാൻ പിശാച് നല്ലതുപോലെ പരിശ്രമിച്ചു. കറുത്ത കൊട കണ്ട പിശാച് പറഞ്ഞു, ഇത് വലിച്ചു കീറി നിനക്ക് വിരോധമായി നിന്റെ വീട്ടിന്റെ മുന്നിലെ അതേ ആ പോസ്റ്റിൽ കറുത്ത കൊടി കെട്ടുമെന്ന് അട്ടഹസിച്ച് അന്ധകാര ശക്തിക്കൂടെ തിരിച്ചടിയായിട്ട് തമ്പുരാൻ ഈ ഞായറാഴ്ചയെ ഇവനകത്ത് നിന്നെ കൊണ്ടിരുത്തിയത് സ്നേഹത്തിന്റെ കൊടിയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനും സാബു പാസ്റ്ററുമായി ആമേൻ ഈ മേഖലയുടെ ഒരു മീറ്റിങ്ങിന്റെ അവസാന രാത്രി പ്രസംഗിക്കാൻ വേണ്ടി കാഞ്ഞിരംകുളം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ഞങ്ങളിങ്ങനെ ഒരു 40 മൈൽ സ്പീഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇടത് സൈഡ് ചേർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ചെറുപ്പക്കാർ റോങ് വന്ന് കയറി ഈടി നടന്നെന്ന് കരുതി സഹപാസ്റ്റർ വിളിച്ചു. ഞാനാണോ വണ്ടി വെട്ടിത്തിരിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയില്ല. എന്തായിരുന്നാലും അതിഭയങ്കരമായ ഒരു അപകടത്തിൽ നിന്നും ദൈവം വിടുവിച്ചു. ഈ അപകടം നടക്കാൻ സാധ്യതയുള്ള സമയത്ത് അന്ന് കാഞ്ഞിരംകുളം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ വർദ്ധിച്ചു വരുന്ന ദൈവദാസന്മാർ ആക്സിഡന്റുകളിൽ ഇനി മരിക്കാൻ പാടില്ല, ദൈവം അവരെ സൂക്ഷിക്കണം. അങ്ങനെ ഒരു പൈശാചിക ബന്ധനത്തിൽ ഒരു ദൈവദാസനും രക്തം ചിന്തുവാൻ പാടില്ല എന്ന് പറഞ്ഞ് പാസ്റ്റർമാർക്ക് വേണ്ടിയുള്ള ഏകദിന ഉപവാസ പ്രാർത്ഥന കാഞ്ഞിരംകുളം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിശാച് ഞങ്ങൾ ആക്രമിക്കാൻ വന്നത്. നെല്ലിയുടെ വ്യത്യാസത്തിൽ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി വിടുവിച്ചു. കഴിഞ്ഞ ഒരാഴ്ച ദൈവം എന്നെ പരിപാലിച്ചത്, ദൈവം എന്നെ സൂക്ഷിച്ചത് ദൈവത്തിന്റെ കരുണയുടെ കരങ്ങളിലാണ്. പറഞ്ഞു വരുന്നതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവം തൻ്റെ ഉള്ളം കയ്യിലാണ് നമ്മെ വരച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. 10ാം ക്ലാസ്സിലെ ഷെയ്പ്പല്ല ഇത്. 10ാം ക്ലാസ് ഷെയ്പ്പൊക്കെ മാറിപ്പോയി. 10, 25, 30 വയസ്സില് എൻ്റെ ഷെയ്പ്പല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഓരോ ദിവസം തോറും പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു, മുടികളെല്ലാം പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു, കഷണ്ടി ആയിക്കൊണ്ടിരിക്കുന്നു, വെയിലടിക്കാൻ തുടങ്ങുന്നു, നെറ്റി ചൂട് പിടിക്കുന്നു, സൗന്ദര്യമെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു, കൈകൾ ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാ നിലയിൽ ശോഷിച്ചാലും പണ്ടത്തെ ഫോട്ടോ നിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയാലും നിന്റെ ഒറിജിനാലിറ്റി ദൈവത്തിൻ്റെ കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നു.
അതങ്ങനെയാണ് നമ്മുടെ ഒറിജിനാലിറ്റി ദൈവത്തിൻ്റെ കരയിൽ വരയപ്പെട്ടത്. എങ്ങനെയാണ്? യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ ശരിക്കുള്ള ഫോട്ടോ ഞാൻ എടുത്ത് എൻ്റെ ഉള്ളം കൈ വരച്ചു മോനെ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ത്? നമ്മുടെ കുഞ്ഞുങ്ങളെ ഫോട്ടോ എടുത്തപ്പോഴാണ് പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഫോട്ടോ എടുത്തത്? അതിന് ശേഷമല്ലേ ഫോട്ടോകളുടെ ഒരു ആരവാരവം തന്നെ നമ്മുടെ കുടുംബത്തിലുണ്ടായത്? പക്ഷേ പല ഫോട്ടോകളെ ഞാൻ ഈ കടയ്ക്ക് എടുത്ത് ബോംബെയിൽ വെച്ച് ഞങ്ങൾ കുടുംബമായി എടുത്തൊരു ഫോട്ടോ, നല്ല ഒരു ഫോട്ടോ എടുത്തു നോക്കിയപ്പോഴാണ് അതിനെല്ലാം പൂപ്പല് പിടിച്ചു, പായല് പിടിച്ചു, കൃത്യമായി മുഖം പോലും തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നു. കാരണം അവരെല്ലാം പൂപ്പ് പിടിച്ചു, അവരെല്ലാം വിവിധമായിരിക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിലൂടെ ആ ഫോട്ടോകളെല്ലാം മാഞ്ഞുപോയി. ഒരുപാട് വേദനയുണ്ടായി. നല്ലൊരു ഫോട്ടോയായിരുന്നല്ലോ, ഇനി എങ്ങനെ അവ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞത് അവിടെ ചാരി വെച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നവന്റെ താല്പര്യം പുഴുവെടുക്കാതെ, ചിതലരിക്കാതെ, ഒരു പൊടിയും അടിക്കാതെ ശരിക്കുള്ള ഒറിജിനാലിറ്റി ഉള്ള ഫോട്ടോ ദൈവത്തിന്റെ കയ്യിൽ വരച്ചു വെച്ചിരിക്കുകയാണ്. പറഞ്ഞതിന്റെ അർത്ഥം, ഹല്ലേലൂയ, എൻ്റെ കയ്യിൽ, എൻ്റെ ഉള്ളം കയ്യിൽ ഒരു സ്ഥാപനം ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കൈ വെട്ടാതെ, എൻ്റെ കൈയെ പിടിച്ച് തുറക്കാതെ അതിനെ എടുക്കാൻ സാധ്യമല്ല. എൻ്റെ ഉള്ളം കൈ ഞാൻ വരച്ച് മുറുകെ പിടിച്ച് ഒരു സ്ഥാപനം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ ആരോഗ്യമുള്ള ഒരുവന് മാത്രമേ ഈ കൈകളിൽ നിന്ന് ആ സ്ഥാപനം എടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇസ്രായേലേ, ഈ ലോകത്തിലെ എത്ര വമ്പന്മാർ വന്നാലും എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ തൊടാൻ ഒരു കട്ടുറുമ്പിനും കഴിയുകയില്ല. ഒരു ആഭിചാരകനും, ഒരു ശുദ്രക്കാരനും, ഒരു ഇരുളിന്റെ ശക്തിക്കും, ഒരു പൈശാചിക മണ്ഡലത്തിനും, ഒരു ഇരുളിന്റെ വ്യാപാരത്തിനും എൻ്റെ കയ്യിൽ വരച്ചിരിക്കുന്ന നിന്നെ. അപ്പോൾ ഒരു ചോദ്യം അവനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷുഗർ വന്ന് എത്രയോ പേരുടെ കാലം മുറിച്ചു മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ വരച്ചു വെച്ചിരിക്കുന്ന വരയിൽ കിടക്കുന്ന എൻ്റെ കാല് ആ വരയിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നിന്റെ ഭൗതികത്തിന്റെ കാല് മാത്രമേ മുറിച്ചു മാറ്റിയിട്ടുള്ളൂ. നിന്റെ ഒറിജിനൽ ഫോട്ടോയുടെ കാല് ഇതുവരെ മുറിച്ചു മാറ്റിയിട്ടില്ല. നിത്യതയുടെ പ്രദർശനശാലയിൽ ന്യായം വിധിക്കുന്ന ദൈവകോടതിയുടെ സിംഹാസനത്തിന്റെ മുന്നിൽ നിന്നെ പ്രദർശിക്കുമ്പോൾ മുറിഞ്ഞ കാലുമായിട്ടായിരിക്കില്ല നീ നിൽക്കുന്നത്. യുഗങ്ങൾക്ക് മുമ്പ് ദൈവം വരച്ചു വെച്ച വരകളിൽ മാറാത്ത ദൈവത്തിന്റെ മഹത്വമേറിയ നിന്റെ ഒറിജിനാലിറ്റിയുടെ ചിത്രം. ഒന്ന് കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു പെയിന്റുകാരൻ, ഒരു എഴുത്തുകാരൻ, ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണോ ഒരാളുടെ മുഖം നോക്കി എങ്ങനെയാണോ ബ്രഷ് കൊണ്ട് എഴുതുന്നത്, അതിനേക്കാൾ കാതലോടുകൂടിയ ദൈവത്തിന്റെ വിരല് കൊണ്ട് എൻ്റെ ശരിയായ ചിത്രം വരച്ച് ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കും ഉപദേശി, ദൈവത്തിന്റെ കയ്യിൽ കോടാനുകോടി ജനം കിടക്കുന്ന ഈ ലോകത്തിൽ എല്ലാവരുടെയും ചിത്രങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ വരയ്ക്കാൻ കഴിയുമോ എന്നൊരു യുദ്ധഭാവി ചോദിച്ചു കഴിഞ്ഞാൽ, താങ്കളുടെ കൈ പോലെയല്ല ദൈവത്തിന്റെ കൈ എന്ന് പറയുന്നത്. അത് ആകാശത്തേക്കാൾ വലുതാണ്, അത് കടലിനേക്കാൾ വലുതാണ്. ഈ കൈക്കുമ്പിളിൽ ഈ കടലിനെ കോരിയെടുക്കുവാൻ കഴിവുള്ളതാണ് അവന്റെ കൈ. ആകാശത്തെ പേപ്പർ കണക്കിന് ചുരുട്ടി എടുക്കാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ കൈ എന്ന് പറയുന്നത്. അല്ലാതെയുള്ള കൈയല്ല. ഈ ലോകത്തിലും ജനിച്ചതും മരിച്ചതും ജനിക്കാനുള്ളവരെയും സകലത്തെയും ഉള്ളം കൈയിൽ വരച്ചെടുക്കാൻ കഴിയുള്ള ദൈവത്തിന്റെ കൈയിലാണ്. അതുകൊണ്ട് ആരും ഭാരപ്പെടണ്ട, നിന്റെ ഒറിജിനൽ ഫോട്ടോ ദൈവത്തിന്റെ കയ്യിൽ വരച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ വരയെ കീറാൻ ആർക്കും കഴിയില്ല. ദൈവത്തിന്റെ കയ്യെ വെട്ടാൻ കഴിവുള്ള ഒരുത്തനും ഈ ഭൂമി ജനിച്ചിട്ടില്ല. ദൈവത്തിന്റെ കയ്യിൽ വരച്ചിരിക്കുന്ന വരയിൽ സുരക്ഷിതമായിരിക്കുന്ന നിന്നെ ഈ കൈ ഉള്ളയിൽ നിന്ന് വലിച്ചു കീറി ദൂരെ കളയുവാൻ കഴിവുള്ള ഒരുത്തനും ഇന്ന് ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ ജനിച്ചിട്ടില്ലാതിരിക്കെ ഇനി ജനിക്കാനും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കൈകളിൽ നീ സുരക്ഷിതനാണ്.
ദൈവത്തിന്റെ കൃപയിൽ മര്യാദയ്ക്കിരുന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപ ഏറ്റെടുത്ത് ദൈവിക അനുസരണത്തോടുകൂടെ ആത്മമണ്ഡലത്തിൽ ആരാധിച്ച് മുന്നോട്ട് പോയാൽ ഈ വരകൾ മായുകയില്ല, ഈ വരകൾ മാറുകയില്ല, ഇരുളിന്റെ ശക്തികൾ മാറുകയില്ല, ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയുകയില്ല. ഇസ്രായേലേ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നു. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം അത്രയും വരുന്ന ജില്ലയ്ക്കുള്ളിൽ ഒതുങ്ങിക്കിടക്കുന്നതായിരിക്കുന്ന ഈ ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിലെ കൊച്ചു മനുഷ്യരെ, ആ ഒരു കൊച്ചുകൂട്ടത്തെ ഇന്ന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നതിൻ്റെ കാരണം തകർത്ത് കളയാൻ പല വിധത്തിലുള്ള പദ്ധതികൾ ഇസ്രായേലിന് മുടിച്ചു കളയുവാൻ പല ശക്തികളും പല വില്ലന്മാരും ഹിറ്റ്ലറുകൾ ഉൾപ്പെടെയുള്ള കരുത്തന്മാർ കരുത്ത് കാട്ടി ശക്തി കാട്ടി മുട്ടി ചുരുട്ടി ശക്തിയോടുകൂടെ കയറി വന്നിട്ടും അവൻ്റെയൊക്കെ രോമത്തെ തൊടാത്തവൻ്റെ കാരണം വരച്ചു വെച്ചിരിക്കുന്നത് ഉള്ളം കയ്യിലല്ലേ. കോവിഡിന്റെ മഹാശക്തികൾ ജീവിതത്തിൽ വന്നു കയറി പലരെയും വെട്ടി നുറുക്കി വെട്ടി കീറിയ വിറകിന്റെ പുറത്ത് കത്തിച്ച് ചാമ്പലാക്കി ചാരമാക്കി കളഞ്ഞ് കടലൊഴുക്കി കളഞ്ഞപ്പോൾ എന്റെയും നിന്റെ കുടുംബത്തിനകത്തുകൂടെ ഇഴഞ്ഞു കയറിയ കോവിഡിന്റെ ശക്തികൾ നിന്റെ ശരീരത്തിൽ തൊട്ട് നിന്റെ പ്രാണനെ തൊടാത്തതിന്റെ കാരണം ഉള്ളം കയ്യിൽ വരിഞ്ഞു കയറാൻ ഒരു കോവിഡിന്റെ ശക്തിക്കും കഴിയില്ല. ദൈവം നിന്നെ വെച്ചിരിക്കുന്ന നിയമങ്ങൾ, ദൈവം നിന്റെ മേൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ ഭാവി പരിപാടികളും ക്രമീകരണങ്ങളും ദൈവത്തിന്റെ ക്രമീകരണങ്ങളും ദൈവത്തിന്റെ നിഗൂഢമായ അനന്തമായ പദ്ധതികൾക്കകത്ത് കയറിക്കിടക്കുന്ന ദൈവിക മഹത്വമേറിയ പ്രത്യാശയുടെ ഉള്ളറയിൽ നീയും നിന്റെ തലമുറയിലും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു ഇരുളിന്റെ പരാക്രമങ്ങൾക്കും നിന്റെ തലമുറയെ തൊടാൻ കഴിയില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10000 പേരും അത് നിന്റെ മേൽ വന്നാൽ നിന്റെ അടുക്കൽ വരികയില്ല. ഒരു വാദം എന്റെ കൂടാരത്തിൽ അടുക്കയില്ല. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന തിരുവചനത്തിൽ എന്റെ തൂവലുകൾ കൊണ്ട് ഞാൻ അവനെ പിടിച്ച തള്ളാനൊക്കെ പിശാചിന് കഴിയും, പക്ഷെ മൂക്കിടിച്ച് വീഴാൻ ദൈവം അനുഭവിക്കയില്ല. പിടിച്ച് തള്ളിയെന്നിരിക്കും, രോഗം വന്നിരുന്നിരിക്കും, കെടുതികൾ വന്നെന്നിരിക്കും, പരിഹാസങ്ങൾ വന്നെന്നിരിക്കും, വേദനകൾ വന്നെന്നിരിക്കും, ദുഃഖങ്ങൾ വന്നിരിക്കും, കടഭാരങ്ങൾ വന്നെന്നിരിക്കും. പച്ചയായതിന്റെ പച്ചയിടത്ത് വെച്ച് പച്ചയായി വിസ്തരത്തിരുന്നിരിക്കും. 4 പേരുടെ മരുന്നിൽ മാൽക്കവലയിൽ വെച്ച് ഒരുപക്ഷെ നിന്നെ വിസ്താരത്തിന്റെ മുൻമുള്ളി നിർത്തിക്കൊണ്ട് കല്ലുകളെടുത്ത് ഒരുപക്ഷെ എറിഞ്ഞ് നിന്നെ പട്ടണമാവിൽ വെച്ച് ഇസമാരന്റെ കിങ്കരന്മാർ എറിഞ്ഞു കൊന്നതുപോലെ കൊന്നിരിക്കും. പക്ഷേ നിന്റെ ഒറിജിനാലിറ്റി ദൈവത്തിന്റെ കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നതിനാൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹള ശബ്ദത്തോടും കൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന സമയത്ത് നിന്റെ ഒറിജിനാലിറ്റി പുഴുവിനെ കുടഞ്ഞ്, കൃപിയെ കുടഞ്ഞ്, മണ്ണിനെ കുടഞ്ഞ്, ചാരത്തെ കുടഞ്ഞ്, വെള്ളത്തെ കുടഞ്ഞ്, സകലത്തെ വലിച്ചു കീറിക്കൊണ്ട് ഉൾപ്രമാണത്തിന്റെ ഉൽപ്പത്തിയിൽ ആ ഇമ്പങ്ങളുടെ പരമീശയിൽ വിശുദ്ധന്മാർ ഇമ്പങ്ങളുടെ പരമീശയിൽ വരുമ്പോൾ ചിറകട്ടിച്ച പ്രാക്കളെ പോലെ പറന്നുയരുന്ന നല്ല നാളുകൾ ആത്മമണ്ഡലത്തിന്റെ വെളിപ്പാട് നിറഞ്ഞുകൊണ്ട് ആത്മമണ്ഡലത്തിൽ ആരാധിക്കുന്നതിന്റെ തലമുറ ഇന്ന് പകലിവനകത്ത് എഴുന്നേറ്റു വരട്ടെ. നമ്പർ 1, ദൈവത്തിന്റെ കൈകളിലെ എഴുത്ത്. നമ്പർ 2, ദൈവം മണ്ണിലെ എഴുത്ത്, മണ്ണിലെ ദൈവത്തിന്റെ വിരൽ കൊണ്ടുള്ള എഴുത്ത്. ലൂക്കോസിന്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ച് വാക്യം വിടുവാൻ സമയം എൻ്റെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു വിടുന്നു. 2-ാമത്തേതാണ് ദൈവത്തിന്റെ വിരൽ കൊണ്ടുള്ള മണ്ണിലെ എഴുത്ത്, അഥവാ ഭൂമി എന്ന ഗോളത്തിൽ കിടക്കുന്ന മണ്ണിലെ ദൈവത്തിന്റെ എഴുത്ത്. നമ്പർ 1, ദൈവത്തിന്റെ ഉള്ളം കൈയിലെ എഴുത്തും വരയും. 2, ആമേൻ, ദൈവത്തിന്റെ വിരൽ കൊണ്ട് മണ്ണിലെ എഴുതുന്ന എഴുത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്താൽ പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളത് മോശയുടെ പ്രമാണമാണ്. പഴയ നിയമത്തിലെ ഒരു പ്രമാണമാണ്. ആരെങ്കിലും വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ അവരെ പട്ടണവാവിൽ കൊണ്ടുവന്ന് കൂർത്ത കല്ലുകൾ കൊണ്ട് എറിഞ്ഞു കൊല്ലണം. ഓരോ എറിയിലും അവൾ മരിച്ചുകൊണ്ടിരിക്കും.
ഓരോ എറിയിലും മരിക്കും. തലയിൽ ശരീരത്തിൽ കൂറ്റൻ പാറ കല്ലുകൊണ്ട് അന്നത്തെ മിടുക്കന്മാർ, നീതിമാന്മാരെന്ന് മുഖം മൂടി ചമഞ്ഞ അന്നത്തെ പരീശന്മാർ, ന്യായശാസ്ത്രിമാർ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട, ഒരു അബദ്ധത്തിൽ പിടിക്കപ്പെട്ട, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പിടിക്കപ്പെട്ട, വ്യഭിചാരം ചെയ്തവനെ അല്ല, കീഴ്പ്പെടുത്തിയവനെ അല്ല, റാപ്പ് ചെയ്തവനെ അല്ല, ബലാത്കാരത്തോട് ബലാത്സംഗത്തിന് കീഴ്പ്പെട്ടുപോയ, അടിമപ്പെട്ടുപോയ പെൺകുട്ടിയെ മറ്റവനെ വിട്ടയച്ചു നയപ്രമാണം. പക്ഷേ ചെയ്തവളെ, കീഴ്പ്പെടുത്തിയവള്, ബലിയാടായ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് ദേവന്മാർ ഒരുമിച്ച് ചേർന്ന് പട്ടണവാവിൽ കൊണ്ടെത്തിയിട്ട് അന്നത്തെ കരിങ്കൽ കൂട്ടങ്ങൾ മാറ്റിയിട്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി പ്രത്യേകമായ കല്ലുകൾ അവർ കൂട്ടിയിട്ടിട്ടുണ്ട്. എറിഞ്ഞ കല്ലുകൾ അവൾ ചത്തതിന് ശേഷം അവളുടെ ശരീരത്തിൽ നിന്ന് ആ കല്ലുകൾ വീണ്ടും എടുത്ത് പഴയ സ്ഥലത്ത് കൂട്ടിയിടും. എന്തിനാണെന്നറിയാമോ? അടുത്തൊരു വ്യഭിചാരം ചെയ്താൽ വീണ്ടും കൂട്ടിയിടുവാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ കല്ലുകളെന്നല്ല ഞാൻ അവിടെ അഭിസംബോധന ചെയ്യുന്നത്, ഓരോ സ്ത്രീയുടെയും തുടിക്കുന്ന രക്തം കൊണ്ട് മലീമസമായി കൊട്ടിക്കിടക്കുന്ന ആ കല്ലുകളിൽ പതിഞ്ഞിരിക്കുന്ന രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ചുവന്ന കല്ലുകൾ, രക്തത്തിന്റെ മയം കൊണ്ട് നിറഞ്ഞ ചുവന്ന കല്ലുകൾ കൊണ്ട് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞു കൂമ്പാരമാക്കിയിരിക്കുന്ന കൂമ്പാര കല്ലുകൾ കൊണ്ട് ന്യായപ്രമാണം അനുസരിച്ച്, മോശക ന്യായപ്രമാണം അനുസരിച്ച് വ്യഭിചാരം ചെയ്യുന്നവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ ഇവിടെ ഇതാ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സമ്പ്രദായം നമ്മളെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചേനെ? ഇന്ന് പല നേതാക്കന്മാർ ഈ ഭൂമിയിൽ കാണില്ല, പല ഉന്നതന്മാർ ഈ ഭൂമി കാണില്ല, പല സ്ത്രീകളും ഇന്ന് ഇവിടെ ഈ ഭൂമി കാണില്ല. മാന്യന്മാരെന്ന് നടിക്കുന്ന പല പുള്ളികളും, പകൽ പുള്ളികളും, രാത്രി പുള്ളികളും ഇന്ന് ഭൂമിയിൽ കാണില്ല. കൽക്കൂമ്പാരങ്ങളായിരിക്കും മലയും കീഴും, കാട്ടാക്കടവും, ട്രിവാൻഡ്രത്തും, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലും, പ്രത്യേകിച്ച് അർഷഭാരതത്തിന്റെ വിവിധ ഇടങ്ങളിലും കൽക്കൂമ്പങ്ങൾ കൂടിയിരിക്കുമായിരുന്നു. കാരണം എന്താ? മോശയുടെ നയപ്രമാണം ഇവിടെ നടപ്പാക്കിയെങ്കിൽ. പക്ഷേ കാലുവരയുടെ കൊലമരത്തിൽ നമുക്ക് വേണ്ടി കർത്താവ് കാലുവരയിൽ മരിച്ച് സകല പാപികൾക്കും വേണ്ടി യേശു ശിക്ഷ വിധിച്ച്, യേശു പാപത്തെ ക്ഷമിച്ചു കൊടുത്ത്, യേശു പരിഹാരം കൊടുത്ത് നീതിമാന്മാരായി അവനെ വിശ്വസിക്കുന്നവരെ പ്രഖ്യാപിച്ചൊറ്റ പ്രഖ്യാപനം കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മളിൽ പലരും ജീവനോടെ ഇന്ന് ഭൂമിയിലും ഇരിക്കുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, പ്രതികൂലത്തിന്റെ സമ്മർദ്ദങ്ങൾ, യാഥാർത്ഥ്യങ്ങളെ ജയിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, പീഡകന്മാരിൽ നിന്ന് വരുന്ന പീഡകൾ, ചട്ടമ്പിമാരും അട്ടമ്പിമാരും ഉന്നതന്മാരിൽ നിന്നുള്ള അവരുടെ കൈകളിൽ അമർന്നുപോയ ഒരു തലമുറ ഇന്ന് ഇവിടെ മരിച്ച മണ്ണിനോടുകൂടെ കൽക്കൂമ്പാരമായി മാറുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ, വ്യഭിചാരിയല്ല, എത്ര വലിയ പാപം ചെയ്തവളായാലും ക്രൂശിന്റെ ചുവട്ടിൽ ഒഴുകിക്കിടക്കുന്ന രക്തത്തുള്ളി കൊണ്ട് അവൾക്ക് വിടുതലുണ്ടെന്ന് ക്രിസ്തുനാഥൻ പ്രഖ്യാപിച്ച രക്ഷയുടെ വിടുതൽ, ഏത് പാപിയെയും രക്ഷിപ്പാൻ കഴിവുള്ള കുഞ്ഞാടിന്റെ രക്തം ഇവിടെ ഒരുത്തൻ പോലുമില്ല. അവ പാപം ചെയ്യാത്തത് എല്ലാവരും പാപം ചെയ്യുന്നവരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സകല പാപികൾക്ക് വേണ്ടി കാൽവരിയിൽ മരിക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ വെളിപ്പാടിൽ പറയട്ടെ, എവിടെ വലിച്ചഴച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒന്ന്, യേശുവിനെ പരീക്ഷിക്കാനും കൂടെയാണ് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. യേശു എന്തായിരിക്കും പറയുന്നത്? കാരണം മോശയുടെ നയപ്രമാണം തെറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ മോശയുടെ നയപ്രമാണം അനുസരിച്ച് അവളെ കൊല്ലുവാൻ വേണ്ടി കല്ലുകൾ കൂമ്പാരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് കൈകളിൽ വെച്ചുകൊണ്ട് അടുത്ത് നിൽപ്പും കൊണ്ട് അവളെ എറിഞ്ഞെറിഞ്ഞു കൊല്ലും. ഇന്നത്തെ പത്രത്താളിലാണെന്ന് തോന്നുന്നു, ഞാനൊരു വാർത്ത കണ്ടു. ആമേൻ, സ്തോത്രം. അതെ, ജാതീയപരമായ അന്തരീക്ഷത്തിൽ നിന്ന് മറ്റൊരു പയ്യനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച പെൺകുട്ടിയെ സ്വന്തം പിതാവും സഹോദരങ്ങളും കൂടെ ചേർന്ന് ഫാമിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു കളഞ്ഞു. ആമേൻ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്നും പല ഇടങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. ആ പെൺകുട്ടിയെ കല്ലെറിഞ്ഞു കൊന്നതിന് ശേഷം അവളെ കഴുത്തും കാലും കയ്യും എല്ലാം ചുട്ടരച്ച ശേഷം ബാക്കി വന്നവരെല്ലാം തോട്ടിൽ വലിച്ചെറിഞ്ഞതായിട്ട് ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു. ഇന്നത്തെ പത്രത്തിലാണെന്ന് തോന്നുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജാതി വെറിയുടെ പിശാച് ഇന്നും ഭൂമിയിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുനാഥൻ സംഭാവിച്ചെടുത്ത ദൈവസഭയ്ക്കകത്ത് അങ്ങനെ ഒരു പരിപാടിയില്ല. തമ്പുരാന്റെ കരുണയുടെ കരങ്ങളാൽ ഇന്ന് നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മുടെ ക്രിസ്തീയ മണ്ഡലത്തിൽ, പെന്തക്കോസ്ത് മണ്ഡലത്തിൽ ഏത് ജാതിയിൽപ്പെട്ട ഏത് വർഗത്തിൽപ്പെട്ട പെൺകുട്ടിയെയും കല്യാണം കഴിക്കാൻ ഒരു കുഴപ്പമില്ലെന്നുള്ള നിലയിൽ ജാതി വെറികളുടെ സകല വെറികളെയും വരിച്ച് കീറിക്കളഞ്ഞുകൊണ്ടുള്ള യേശുവിന്റെ അദ്വൈത ശക്തമായ, ആത്മീകമായ, ഉജ്ജ്വലമായ, ദൈവികമായിരിക്കുന്ന
ആ അടിത്തറയിട്ട പ്രമാണത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഒരു മനസ്സോടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഈ മണ്ണിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് കരങ്ങളെന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് വടക്കം വന്ന് തെക്കന് കല്യാണം കഴിക്കുന്നുണ്ട്. തെക്കന് നിന്ന് ഇന്ന് വടക്കോട്ടും കല്യാണം കഴിച്ചു, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തക്ക വിധത്തിൽ ജാതീയ വെറിയുടെ പിശാചിനെ കാലുവറയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി ആ വിടുതലിന്റെ ആഴം ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയുന്ന ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇവിടെ ആദ്യ പകൽക്കാലം ഇവനകത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഈ നരഭോജികൾ പറഞ്ഞൊരു കാര്യമാണ്, കല്ലെറിഞ്ഞു കൊല്ലണം. ഇവിടെ യേശു ചോദിച്ചു, എന്തിനാണ് കല്ലെറിഞ്ഞു കൊല്ലേണ്ടത്? ഇവൾ പാപം ചെയ്തിരിക്കുകയാണ്, ഇവൾ വ്യഭിചാരം ചെയ്തിരിക്കുകയാണ് എന്ന് യവന്മാര്, ഈ ശാസ്ത്രിമാരും ന്യായശാസ്ത്രിമാരും പരീശന്മാരും പള്ളിപ്രമാണിമാരും ഗുരുക്കന്മാരും ഒന്നടങ്കം 1000 നാവ് കൊണ്ട് അവൾക്ക് നേരെ വിളിച്ചു പറയുമ്പോൾ ഒരക്ഷരം മിണ്ടുവാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞ് മരണത്തിന്റെ കല്ലുകൾ വന്ന് തലയിൽ വീണ് മരണത്തിലൂടെ കൂടെ ഈ ലോകത്തോട് വിട പറയുവാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ അരുമനാഥന്റെ പാദപീഠത്തിൽ വീണ് കിടക്കുന്ന അവൾ അരുമനാഥന്റെ വായിലൂടെ വരുന്ന കരുണയുടെ വാക്കിന്റെ മുന്നിലെ പ്രതീക്ഷകളിൽ മാത്രമായി അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ വിരലുകൾ ചലിപ്പിക്കാൻ തുടങ്ങി. യേശുവിന്റെ വിരലുകൾ ചലിപ്പിക്കാൻ തുടങ്ങി. ആകാശത്തെ വരച്ച ദൈവം, ഭൂമിക്ക് അപരിട്ട ദൈവം, ഒരു തുള്ളി വെള്ളം പോലെ കരയെ വിഴുങ്ങാതെ വണ്ണം ഈ പഞ്ചസാര മണൽ കൊണ്ട് ഈ കടലിന് അതിരിട്ട ദൈവം, ആകാശത്തിന്റെ ചാണുകളും അതിന്റെ രീതികൾക്കും അതിരിട്ട ദൈവം. എന്തിന്? നിന്റെ പൊക്കം, നിന്റെ വണ്ണം, നിന്റെ രീതി, നിന്റെ ഷേപ്പ് മുഴുവനും വരച്ചു വെച്ച് ഗർഭത്തിനകത്ത് ഉത്ഭവിപ്പിച്ച ദൈവത്തിന്റെ വിരലുകൾ. നാളെ എന്തായി തീരുമെന്ന് അറിയുവാൻ കഴിയാതെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് നാളെ കുറിച്ചറിയുന്ന ദൈവത്തിന്റെ മുൻനിർണയത്തിന്റെ വിരലുകൾ. ഉടമതല മനുഷ്യൻ നിന്നെ, ലോകം നിന്നെ പാപിയെന്നും കുറ്റക്കാരിയെന്നും ശരിയല്ലെന്നും ലോകം വിധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നവന്റെ സകല കടഭാവങ്ങളും വിളിച്ചു പറയുവാൻ കഴിവുള്ള സർവശക്തനായ ജഗദീശൻ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആത്മമണ്ഡലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം, പട്ടണം, ദേശം എന്തോ പറയട്ടെ, ദൈവത്തിന്റെ വിരലുകൾ ഈ വർഷം നിനക്ക് വേണ്ടി, നിന്റെ പിള്ളേർക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. ചെയ്യാത്ത തെറ്റിനും ചെയ്ത കുറ്റത്തിനും വിധിക്കുവാൻ ഇവിടെ കോടതികളുണ്ടെങ്കിലും ഇവിടെ നീതികൾ നടക്കാറില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നീതിയുടെ കോടതിയുടെ വിരലുകൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്നത് ആത്മമണ്ഡലത്തിന്റെ തിരുവചനത്തിന്റെ മുന്നിൽ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു വേണം ഇന്ന് രാത്രി ആരാധിച്ചു കയറാൻ. ആത്മമണ്ഡലത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഒരു പകൽക്കാലം ഒരു വെളിപ്പാടായി പറയട്ടെ. 2023 നിന്നെ കുറ്റം വിധിച്ചവനും നിന്നെ ദുഷിച്ചവനും നിന്നെ മാറ്റിനിർത്തിയവനും നിന്നെ കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞവനും ചെയ്യാത്ത തെറ്റിനെ ചെയ്തെന്ന് പറഞ്ഞവനും മോട്ടിക്കാത്ത മുതലിനെ മോട്ടിച്ചെന്ന് പറഞ്ഞവനും പട്ടണത്തിന്റെ മടിവിൽ എഴുതി വെച്ച സകല അപരാധത്തിനും പരിഹാരം അടുക്കി വെച്ചുകൊണ്ട് ദൈവത്തിന്റെ വിരലുകൾ ഈ മണ്ണിൽ, ഈ ഭാരതത്തിന്റെ മണ്ണിൽ, ഈ രക്തം വീണ മണ്ണിൽ, ഈ കൊലപാതകങ്ങൾ നടന്ന മണ്ണിൽ, ഈ വേദനയുടെ മണ്ണിൽ, ഈ ദുഃഖത്തിന്റെ മണ്ണിൽ, ഈ നെടുവീർപ്പിന്റെ മണ്ണിൽ ദൈവത്തിന്റെ വിരലുകൾ ചലിക്കുമെന്നറിഞ്ഞ് ദൈവത്തെ ആരാധിച്ചു കയറിക്കൊള്ളണം. യേശുവിനോട് പറഞ്ഞ് അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. ന്യായശാസ്ത്രിമാരും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഗുരുക്കന്മാരും പള്ളിപ്രമാണിമാരും അപ്പപ്രമാണിമാരും സകല എണ്ണവും പറഞ്ഞു എവളെ കല്ലെറിഞ്ഞു കൊല്ലണം. ഒന്നും മിണ്ടിയില്ല. മിണ്ടാമെന്ന് അവരെ നോക്കിക്കൊണ്ട് യേശു ഓരോരുത്തരെ മുഖത്ത് നോക്കിയതിനു ശേഷം യേശു കുനിഞ്ഞു. എന്നിട്ട് യെരൂശലേമിന്റെ ആയിരക്കണക്കിന് മോശയുടെ കാലഘട്ടത്തിൽ ഈ ന്യായപ്രമാണം അടിച്ചേൽപ്പിച്ചതിന്റെ ബന്ധത്തിൽ ചത്തൊടുങ്ങിയ വ്യക്തികളുടെ രക്തം മണക്കുന്ന മണ്ണിലേക്ക് യേശുവിന്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങി. ആദ്യം എറിയാൻ നിൽക്കുന്ന മത്തായിയുടെ പാപം, അവൻ 1-2 കേസല്ല അവൻ ചെയ്തത്. അവൻ രാത്രിയും പകലുമായിട്ട് ആരും കാണാതെ അവൻ ചെയ്തു കൂട്ടിയ സകല വ്യഭിചാരത്തിന്റെയും കണക്കുകൾ, കാലം, ദിവസം, യാമം, രാത്രി, ഒരു വാക്ക് തെറ്റാതെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അരുമനാഥന്റെ മുൻനിർണയത്തിന്റെ വെളിപ്പാടുകളിൽ എഴുതി ഇറക്കി വെച്ചു. അറിയാതെ അവന്റെ കല്ല് താഴെ വീണു. അവനെ പിന്നെ അവിടെ കണ്ടില്ല. രണ്ടാമത് എറിയാൻ നിൽക്കുന്ന കറുത്ത കല്ലുമായി നിൽക്കുന്നവന്റെ പാപം എഴുതി വെക്കാൻ തുടങ്ങി. ഇന്നിടത്ത് പോയി ഇന്നിടത്ത് വെച്ച് ഇന്ന സ്ത്രീയുമായി ഭാര്യ അറിയാതെ മക്കളറിയാതെ ചെയ്തു കൂട്ടിയ വ്യഭിചാരത്തിന്റെ കണക്കുകൾ ഒരു ലിസ്റ്റ് എഴുതാൻ തുടങ്ങി. അറിയാതെ അവന്റെ കല്ല് താഴെ പോയി. ന്യായശാസ്ത്രിമാർ അവിടെ നിൽക്കുന്ന സ്ത്രീയുടെ കല്ലുകൾ ഓരോന്നോരോന്ന് അവിടെ വീണു. എവിടെ? അവളുടെ ശരീരത്തിലല്ല, നിന്നവന്റെ കൈലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവന്റെ കാലിന്റെ ചുവട്ടിൽ കൽക്കൂമ്പാരമായി മാറിയിട്ട് യേശു
പറഞ്ഞു, സ്ത്രീയേ ഇനി നീ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വിരൽ കൊണ്ടെഴുതിയ വിരലിന്റെ അതിഭയങ്കരമായ വിധിയുടെ പ്രഖ്യാപനം അവിടെ ഉണ്ടായി. ഇനി നീ പാപം ചെയ്യരുത്, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിരലുകൾ കൊണ്ട് ന്യായം വിധിച്ച ദൈവത്തിന്റെ അദൃശ്യമായ കരം അനാവശ്യമായി ആരെങ്കിലും നിന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു വരുത്തി ഇന്നത്തെ പേന കൊണ്ട് ചുമലുകളിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാലഘട്ടം തെളിയിക്കുമെന്നല്ല, പിന്നെ ദൈവത്തിന്റെ വിരലുകൾ കുറിച്ചു വെച്ചോ. ചെയ്യാത്ത അപരാധങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് എഴുതി പിടിപ്പിച്ച സകലതും ദൈവം തമ്പുരാൻ കാലത്തിന്റെ യവനുകൾ കാലഘട്ടത്തിന്റെ നടുവിൽ ചരിത്രം ഉറങ്ങുന്നതിന് മുമ്പ് ദൈവം തമ്പുരാൻ ചിലത് എഴുതി പിടിപ്പിക്കുമെന്നറിഞ്ഞ് ആത്മമണ്ഡലത്തിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചു കയറും. പുറപ്പാട് പുസ്തകം 31-18 വാക്യം, 3-ാമത്തെ എഴുത്താണ് ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെഴുതുന്ന കല്ലിലെ എഴുത്ത്, കൽപ്പലകയിലെ എഴുത്ത്. കല്ലുകൊണ്ട് തയ്യാറാക്കിയെടുത്ത കൽപ്പലകയിലെ എഴുത്താണ് 3-ാമത്തെ എഴുത്ത്. വയറു വലിച്ചെറുക്കി കെട്ടി ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ജപത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും 40ഓളം ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന മോശ, മിസ്രയീം എന്ന് പറയുന്ന അന്യാരാധന ശക്തിയുടെ മണ്ഡലത്തിൽ നിന്ന് ഏകസത്യ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട മനുഷ്യാത്മാക്കൾ, വിവിധമായിരിക്കുന്ന ദൈവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മിസ്രയീം എന്ന് പറയുന്ന ആ രാജ്യത്തിലെ ഏത് ദൈവത്തെയും എങ്ങനെയും ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും ആരാധിക്കാമെന്നുള്ള നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആഴിയും ഊഴിയും അണ്ടഘടാകങ്ങളെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വാശിയേറിയ പ്രഖ്യാപനത്തിൻ്റെ മുന്നിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരു ജനതയെ കനാനിൽ കൊണ്ടുപോകുവാൻ രക്തം ചിന്തി വിലയ്ക്ക് വാങ്ങി പുറപ്പെടുവിച്ച് സകലവിധമായ പ്രതികൂലങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളിലൂടെ നടത്തിവിട്ട് ചെങ്കടലിൻ്റെ നെഞ്ചിലൂടെ യോർദാന്റെ വിരിമാറിവിലൂടെ പാറയെ പിടർന്ന് വെള്ളം കൊടുത്തുകൊണ്ട് കൂടാരത്തിനകത്ത് മന്ന ആകാശത്തിലെ കിളിവാവിൽ തുറന്നുകൊടുത്ത് ഇഷ്ടം പോലെ തീറ്റിപ്പിച്ച് കടലിൽ കിടക്കുന്ന ലിവ്യാഥന്റെ തലയെ അടിച്ചു തകർത്ത് അതിൻ്റെ മാംസപീശുകൾ ആകാശമണ്ഡലത്തിൽ പറന്നു പൊങ്ങി നിമിഷ നേരം കൊണ്ട് ദൈവത്തിന്റെ മഹാശക്തിയുടെ സൃഷ്ടിപ്പിന്റെ നാമത്തിൽ ചിറക് ധരിച്ചു പറന്ന് കാടകൾ ഇസ്രായേലിന്റെ കൂടാരത്തിൽ വന്നിറങ്ങി തിന്ന് ദൈവത്തിന്റെ മഹത്വവും വിടുതലും ശക്തിയും തിരിച്ചറിഞ്ഞ് രാത്രിയുടെ യാത്രയിൽ വെളിച്ചമില്ലാത്തത് കൊണ്ട് അഗ്നിസ്തംഭമായി ദൈവം നിന്നുകൊടുത്തു. ഒരല്പം പോലും ഇരുട്ട് കാണാതെ വണ്ണം വെളിച്ചത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ട് തീർന്നില്ല. പകൽക്കാലം ആഞ്ഞടിക്കുന്ന സൂര്യന്റെ ചൂടടിച്ച് ചത്ത് വീഴാതിരിപ്പാൻ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭമായി അവരോട് കൊടുന്ന വിവിധ രൂപത്തിൽ ഭാവത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്വരൂപത്തെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കൾ അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇട്ട ചെരുപ്പ് തേയാതെ വണ്ണം ദൈവം തമ്പുരാൻ തന്റെ ഉള്ളം കൈകളിലൂടെ നടക്കുന്നത് തിരിച്ചറിയാതെ പോയ ദൈവജനം തീർന്നിട്ടില്ല. അവരുടുത്തിരുന്ന വസ്ത്രം തേഞ്ഞില്ല, രോഗം വന്നില്ല, ക്ഷീണം വന്നില്ല, കെടുതി വന്നില്ല, പോരു വരാതെ വണ്ണം അവര് മടത്തിയ ദൈവത്തിന്റെ അദൃശ്യമായ കരം അവർക്കവരെ കയറി വന്ന വെല്ലുവിളികൾ, വില്ലാളികൾ, പോരാട്ടങ്ങൾ, ബന്ധനങ്ങൾ, കെടുതികൾ, ശാപങ്ങൾ, വിവിധമായ പ്രതിസന്ധികൾ അടിച്ചൊടിച്ചുകൊണ്ട് ഇസ്രായേലിനെ തൊടാൻ ഒരു പൊന്നുമോനും കഴിയില്ല എന്ന ജാതീയ വിളംബരങ്ങളിലൂടെ ദൈവം തമ്പുരാൻ ഇസ്രായേലിനെ മരുഭൂമിയിൽ മടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങൾ അവർ മറന്നു. ദൈവം വിടിവിച്ച വിധങ്ങൾ അവർ മറന്നു. പലപ്പോഴും ദൈവം നമ്മെ വിടിവിച്ച വിധങ്ങൾ മറക്കാറുണ്ട്. ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ മറക്കാറുണ്ട്. ഇല്ലായ്മയുടെ മടിവിൽ ഉടുതുണിക്ക് മരതുണിയില്ലാതെ ഒരു ആഹാരം പോലും കഴിക്കാനില്ലാതെ ജീവിതത്തിൽ കടന്നുപോയ കാലഘട്ടങ്ങൾ മരണക്കുഴിയിട്ട് എവിടെയാണ് കുഴിച്ചുമുടരുമെന്ന് അളവുകോല് കൊണ്ട് അളന്ന് 6 അടി മണ്ണിലേക്ക് കുഴിച്ചിടുവാൻ വേണ്ടി ഋതുവരെ തയ്യാറാക്കി കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ മരണത്തിന്റെ വെന്റിലേറ്ററിൽ നിന്ന് വിടുതലോടെ പുറത്തെടുത്ത് കൊണ്ടുവന്ന് ഇന്നും ആ കുഴികൾ നികന്നിട്ടില്ല. ദൈവം തമ്പുരാൻ വിടിവിച്ച വിധങ്ങളെ മറന്ന് സഭാരാധനകൾ വരെ മുടക്കി യാത്ര ചെയ്യുന്ന വിശ്വാസികൾ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ഒരു വെളിപ്പാട് ഞാൻ പറയട്ടെ. ദൈവം ചെയ്ത വിടുതലുകൾ മറന്നുപോയി. നമ്മൾ ഇസ്രായേലും മറന്നു. ദൈവം വിടിവിച്ച വിധങ്ങൾ അവർ മറന്നുപോയി. ദൈവവരെ മാനിച്ച വിധങ്ങൾ അവരെ മറന്നുപോയി. ശത്രുവിന്റെ മുന്നിൽ അവർക്ക് വേണ്ടി ദൈവം മേശമൊരുക്കി നടത്തിയ വിധത്തിന്റെ വഴികൾ അവർ മറന്നു.
ജീവിതം മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ കൂടാരങ്ങളിൽ തലപൊക്കി മിസ്രയീമിലെ ദൈവങ്ങൾ തലപൊക്കി തുടങ്ങി. മിസ്രയീമിലെ ദൈവങ്ങൾ തലപൊക്കി തുടങ്ങി. അവരുടെ കൂടാരങ്ങളിൽ തലപൊക്കി തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, മോശെ കയറി വാടാ. 40 പകലും 40 രാവും മോശ സീനായുടെ മലയുടെ മുകളിൽ ഒരു തുള്ളി വെള്ളം കൊണ്ടുപോയില്ല. ഒരു ചെറിയ ഫ്ലാസ്കിൽ പോലും വെള്ളം കൊണ്ടുപോയില്ല. മോശ സീനായി മലയുടെ മുകളിൽ ഇടിമുഴക്കത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ സീനായി പർവ്വതത്തിന്റെ മുകളിൽ മോശ മുട്ടുമടക്കി. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം തന്റെ സ്വർഗ്ഗലോകം വിട്ട് മുട്ടയിലിരിക്കുന്ന ഭക്തന്റെ അടുക്കൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി. ദിവസം പോയവറിഞ്ഞില്ല, ആഴ്ചകൾ പോയവറിഞ്ഞില്ല, വിശപ്പടിച്ചതറിഞ്ഞില്ല, വെള്ളദാഹമുണ്ടായില്ല. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദാഹം വരില്ല, വിശപ്പ് വരികയില്ല. നമ്മൾ ഒരുപാട് അനുഭവിച്ചവരാണ്. ആത്മമണ്ഡലത്തിന്റെ വെളിപ്പാടിൽ ഇന്ന് രാത്രി ഒരു തിരിച്ചറിവിന്റെ മേൽ ദൈവകൃപയുടെ അനുഭവങ്ങൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. ഒരു വെളിപ്പാട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവം പറഞ്ഞു, കേറി വാ. 30 കഴിഞ്ഞു, 35ആയി, 36ആയി, 37ആയി, 38ആയി, 39ആയി. 40ാമത്തെ ദിവസമായപ്പോൾ മോശയോട് സംസാരിച്ചു തീർന്നതിന് ശേഷം ദൈവത്തിന്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങി. ഉദാര കുത്തഴിഞ്ഞ പുസ്തകമല്ല ക്രിസ്ത്യാനിക്ക് അടുക്കും ചിട്ടയുമുണ്ട്. ഏതെങ്കിലും രീതിയിൽ വാലാകോല മടക്കുന്ന വല്ല സഭ, ആളക്കൂട്ടുന്ന വല്ല സഭ, ഏത് രീതിയിലും എങ്ങനെയും പ്രാർത്ഥിച്ചും ഗ്ലോറിയും പറഞ്ഞു പോകുന്ന വല്ല സഭ. സഭയ്ക്കൊരു പ്രമാണമുണ്ട്, സഭയ്ക്കൊരു ഉപദേശമുണ്ട്, അപ്പോസ്തലിക ഉപദേശമുണ്ട്, സഭയ്ക്കൊരു വേർപാടുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ ഇടയിൽ ഇവരെ എണ്ണാൻ പറ്റത്തില്ല. തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ ഇടയിൽ അവ ഇടകലരുന്നില്ല. ക്രിസ്ത്യാനി ഏതെന്നറിയാൻ കഴിയില്ല. ചില സഭാരാമന കഴിഞ്ഞു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ ഏത്, പ്രാർത്ഥിക്കാത്തവൻ ഏത് എന്ന് പറയുവാൻ കഴിയാതെ ലോകമയത്തിന്റെ ബന്ധനത്തിൽ അകറ്റപ്പെട്ട് കിടക്കുന്ന കൂട്ടങ്ങൾ കൂടി ആരാധിച്ചു പോകുന്ന കൂട്ടങ്ങളെ നോക്കി ദൈവം പറഞ്ഞു, ഇവർക്കൊരു പ്രമാണം ഇനി വേണം. ദൈവത്തിന്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ വിരലുകൾ അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങി. കാമേൻ കൊത്തിയെടുത്ത പ്രത്യേകിച്ച് ഒരുക്കി വെച്ച ഈ കല്ലെവിടെ നിന്ന് കിട്ടി? മോശയോട് പറഞ്ഞില്ല കല്ലെടുക്കാൻ. പക്ഷേ ദൈവം തമ്പുരാൻ വിളിച്ചു വേർപിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്കൊരു പ്രമാണം. നിൽക്കേണ്ടിടത്ത് നിൽക്കണം, ഇരിക്കേണ്ടിടത്ത് ഇരിക്കണം, ചെയ്യാത്തത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഏവൻ പർദീസയിൽ ആമേൻ പിതാവായ ദൈവം കൽപ്പിച്ച അരുതിന്റെ പ്രമാണം കാലുകൊണ്ട് തട്ടിയെറിഞ്ഞ ആവർത്തന പുസ്തകം ഇനി ഒരിക്കലും എവരുടെ ഭൂമിയിൽ ജീവിതത്തിൽ ആവർത്തിരിക്കാതിരിക്കാൻ വേണ്ടി. കണ്ടില്ലേ, ചില സഭാരാപനകളിൽ വിശ്വാസികളാണെന്ന് അറിഞ്ഞുകൂടാ, ഇവിടെ ഒരു പൊട്ട്, ഇവിടെ പൊട്ട്, അവിടെ പൊട്ട്, ഉള്ള കരിയും എല്ലാം വാരി എറിഞ്ഞ് ജാതികളെ പോലെ പോകുന്ന കൂട്ടങ്ങൾ. വിശുദ്ധിയില്ല, വേർപാടില്ല, ദൈവകൃപയില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് പേരും പറഞ്ഞ് അനുഭവങ്ങളില്ലാതെ, അനുഭവം ഉണ്ടെങ്കിലും തിരിച്ചറിയാൻ കഴിയാതെ ജാതികളോട് ഇടകലർന്ന് ജീവിക്കുന്ന ഈ ജനത്തെ കണ്ടിട്ട് ദൈവം പറഞ്ഞു, ഞാൻ വിരൽ കൊണ്ട് ഇതാ ചിലത് എഴുതി വയ്ക്കാൻ പോകുന്നു. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരു അന്യ ആരാധന നിന്റെയൊക്കെ കുടുംബത്തിനകത്തുണ്ടാകരുത്. വേറൊരുത്തന്റെ ഭാര്യയെ സ്നേഹിക്കരുത്, കള്ളം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. അരുതിന്റെ പ്രമാണത്തിന്റെ 10 കൽപ്പനകൾ ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതി വെച്ചു. നിനക്കൊരു പ്രമാണമുണ്ട്. ചന്ത കവലയിൽ പോകുമ്പോഴല്ല നീ ദൈവാലയത്തിനകത്ത് പോകാൻ. അഴിച്ചുവിട്ട കാള പോലെ എല്ലായിടത്തും മേയാൻ നിനക്ക് ദൈവം അനുഭവിച്ചിട്ടില്ല. അഴിച്ചുവിട്ടതൊന്നും തിരിച്ചു വന്നിട്ടില്ലെന്നോർത്തോ. രോഗശാന്തിയും പ്രസംഗത്തിലും കയ്യടിയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നവല്ല ദൈവസഭ. ദൈവസഭയ്ക്കൊരു ഉപദേശമുണ്ട്, ദൈവസഭയ്ക്കൊരു ചരണുണ്ട്, ദൈവസഭയ്ക്കൊരു ക്രമമുണ്ട്. ആ ക്രമം വിട്ടതിന്റെ തലമൊഴിയെ കാമേൻ അഴിച്ചുവിട്ട കാള പോലെയും പശുവിനെ പോലെയുമാണ്, കഴുതയെ പോലെയാണ് അഴിച്ചുവിട്ടെങ്കിൽ കുറിച്ചു വെച്ചോ, തിരിച്ചു വരില്ല. അറുപശാലയിൽ കെട്ടിത്തൂക്കും. എല്ലാവരും സ്വർഗത്തിൽ പോകൂല. ഒരു ശേഷിപ്പ് മാത്രമേ വരവിലെടുക്കപ്പെടൂ. എല്ലാവരും കർത്താവിന്റെ വരവിലെടുക്കപ്പെടില്ല. ഒരു ശേഷിപ്പ് മാത്രമേ വരവിലെടുക്കപ്പെടുകയുള്ളൂ.
ഇരുളിന്റെ ശക്തിയുടെ വ്യാപാരത്തിന്റെ പോരുകൾ വലയം വെച്ച് മടക്കുന്ന ഹോരേബ് പർവ്വതത്തിന്റെ അടിത്താടുകളിലൂടെ കാതിൽ കിടക്കുന്ന കുണുക്കും കിണുക്കും സകല ആഭരണങ്ങളും അഹരോന്റെ ശരീരത്തിൽ പിശാച് കയറിയിട്ട് 40 ദിവസമായി മോശ പർവ്വതത്തിൽ പോയി അവിടെ കിടന്ന് ചത്തുപുഴുത്ത് കാണുമെന്ന് പറഞ്ഞ് പിശാച് അവരെ മനസ്സിൽ തോന്നിപ്പിച്ചു. എന്നിട്ട് മിസ്രൈമിൽ നിന്നുള്ള സകലവിധമായിരിക്കുന്ന ആഭരണങ്ങളും എടുത്ത് അണിഞ്ഞു മുന്നോട്ട് കയറി വരുന്ന ഇസ്രായേൽ മക്കളുടെ കഴുത്തിൽ കിടക്കുന്ന കുണുക്കും കിണുക്കും സകല ചന്ദ്രക്കരയും സകല കഴുത്തിൽ കിടക്കുന്ന അഴിയട എന്ന് പറഞ്ഞ് പിടിച്ച് പറിച്ചെടുത്ത് ആളിക്കത്തുന്ന തീയിലേക്ക് ഇട്ടിട്ട് അഹരോന്റെ നേതൃത്വത്തിൽ കൊത്തുപണിക്കാരെ കൊണ്ടുവന്ന് കൊത്തിയെടുത്ത് മിസ്രൈമിനെ കാളക്കുട്ടി തീയിൽ നിന്ന് കൊമ്പ് കുലുക്കി കയറി വരുമ്പോൾ ദൈവത്തിന്റെ വിരലുകൾ പാറയിൽ ചലിക്കുകയാണ്. ഒരു അന്യാരാധനയുടെ ദൈവം ആകാശത്തിന്റെ കീഴിൽ ഉപദേശത്തിന്റെ അടിത്തട്ടിൽ ആരാപിച്ച് കയറിക്കൊള്ളണം. ഇല്ലെങ്കിൽ പിശാച് അടിച്ച് പിരുത്തുകളയും. അവിടത്തെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചു, പിന്നെ അവർ ആഭരണം ധരിച്ചതുമില്ല. അതുകൊണ്ട് ആഭരണം ധരിച്ചില്ലെങ്കിലും സ്വർഗത്തിൽ പോകും, ആഭരണം ധരിച്ചാലും സ്വർഗത്തിൽ പോകും. ഇതൊക്കെ സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഇതൊന്നും മറ്റുള്ളവരൊന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആൾക്കാരൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഓർണമെന്റ്സിനെ ആരും പ്രോത്സാഹിപ്പിക്കേണ്ട. അത് അവരവരെടുക്കുന്ന തീരുമാനത്തിൻ്റെ അകത്തളത്തിലൂടെയാണ് ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ദൈവമായുള്ള അഭേദ്യമായ ബന്ധത്തിനകത്തോട്ട് കയറി വന്ന് ശരീരമൊന്ന് ഇളകിക്കുലുക്കിയൊന്ന് ആരാപിച്ച് യാഗമായി മാറുമ്പോൾ അനാവശ്യമായി കഴുത്തിൽ കിടന്ന് വരയുന്നത് ചിലപ്പോൾ പാമ്പുകളായി തോന്നിയിട്ട് കൈകൊണ്ട് മുട്ടികൊണ്ട് വലിച്ചെറിഞ്ഞ ചരിത്രങ്ങളുള്ള പെന്തക്കോസ്തിന്റെ യാത്ര. 4-ാമത്തെ ദൈവത്തിന്റെ വിരൽ കൊണ്ടെഴുതിയ എഴുത്ത് ദാനിയേലിന്റെ പ്രവചന പുസ്തകം 5:5, 24-28. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ വഴിവിട്ടുപോയ കൽപ്പനകൾ തള്ളിക്കളഞ്ഞ് കാലുകൊണ്ട് തട്ടി എറിഞ്ഞ് കളഞ്ഞൊരു കാലഘട്ടം. നന്ദിയില്ലാത്തൊരു വർഗമെന്ന് പറഞ്ഞാൽ ഇതുപോലെയില്ല. ഞാനും നന്ദി കെട്ടവനാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥനയുമില്ല, ആരാധനയുമില്ല, ശരിയായുള്ള നന്ദി അർപ്പണമൊന്നും ജീവിതത്തിലില്ല. അതിൽ ഒന്നാം കുറ്റവാളി ഞാൻ തന്നെയാണ്. ദൈവം നടത്തിയ വിധങ്ങളും പരിപാലിച്ച വിധങ്ങളും ഒന്നിൽ നിന്ന് തുടങ്ങണമെങ്കിൽ ഒരു സീറ പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പിശാച് തല്ലിത്തകർത്ത് തകിടം മറിച്ച് ഉടച്ച് നശിപ്പിച്ച് എന്തിന് ഒന്നെന്ന് എഴുതുവാൻ ഒരു 0 പോലും വരച്ചിടാനില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തെ ചാടി മറഞ്ഞൊന്ന് ആരാധിച്ച് ജയമെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള നന്ദികെട്ട ഹൃദയത്തിൻ്റെ ഉടമയാണ് ഞാനും. ദൈവം തന്ന വിടുതലുകൾ ഓർത്ത് വാരിയെടുത്തടിച്ച് ദൈവത്തെ സ്തുതിക്കേണ്ട സ്തുതികളും സ്തോത്രഗീതങ്ങളും ലേബറിനോട്ട് അകത്തോട്ട് കയറ്റി തിരിച്ചു വിട്ടത് ചാപിള്ളകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഡെഡ് ബോഡിയെ വാങ്ങി അലറിക്കരഞ്ഞുകൊണ്ട് വീടുകളിലോട്ട് ഓടുന്ന മെഡിക്കൽ കോളേജിന്റെ വരാന്തകളുടെ മുന്നിൽ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ കരുണയോടെ വാരി കയ്യിൽ തന്നത് ഓർക്കുമ്പോൾ ഇവിടെ കിടന്ന് നൃത്തം ചെയ്യേണ്ടതല്ലേ? അങ്ങനെ ശലോമോന്റെ ആലയത്തിൽ പണിത ദൈവാലയവും ശലോമോന്റെ ആലയത്തിൽ പണിത കോടിക്കണക്കിന് രൂപ മുടക്കി പണിത ദൈവാലയവും അന്നത്തെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് നന്ദികേട് കാണിച്ച് പിന്മാറി വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പോയപ്പോൾ ദൈവം തമ്പുരാൻ നെബൂഖദ്നേസർ രാജാവിന്റെ കൈകളിൽ കൊടുത്തു. അങ്ങനെയാണ് ബാബേൽ പ്രവാസം. ഞായറാഴ്ച ഒരു ദിവസമുണ്ടെങ്കിൽ കൊക്കിൽ ജീവശ്വാസം ഉണ്ടെങ്കിൽ പള്ളി വന്ന് ആരാധിച്ചോളണം. ആവശ്യമില്ലാത്ത കാര്യാദികൾക്കൊന്നും സഭാരാമന മുടങ്ങിപ്പോകരുത്. തീമോഥെയോസിനോട് പൗലോസ് പറയുന്നു, സഭാരാമന മുടങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. സഭാരാമനെ ഉപേക്ഷയായി വിചാരിക്കരുത്. ദൈവത്തെ തള്ളിക്കളഞ്ഞു, ദൈവത്തെ മറന്നു. അഹങ്കാരത്തിൻ്റെ ശക്തി കൊണ്ട് ഇസ്രായേൽ മക്കൾ ദൈവത്തെ മറന്നു പോയപ്പോൾ ദൈവം തമ്പുരാൻ ആ വടി എടുത്ത് വെട്ടി നെബൂഖദ്നേസറിന്റെ കയ്യിൽ കൊടുത്ത് അടിയടാന്ന് അവനെ അടിച്ചു. പിടിച്ചെല്ലാത്തിനും വലിച്ചു കെട്ടി ചങ്ങലക്കകത്തിട്ട് ബാബിലോണിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് അടിമകളായി അവിടെ കിടക്കുന്നത്. അടിമകളായിട്ട് കിടന്നിട്ട് കുരുത്തക്കേടിന് കുഴപ്പമൊന്നും വന്നില്ല. അവിടെ കുരുത്തക്കേട് കാണിച്ചപ്പോൾ 1,00,000 ലക്ഷം ജനത്തിന്റെ ഇടയിൽ 3-4 പയ്യന്മാര് വിശുദ്ധിക്ക് വേണ്ടി വേർപാടിന് വേണ്ടി നിന്നു.
അന്യാരാധനയുടെ മുന്നിൽ മുട്ടുകുത്തുവാൻ പറഞ്ഞപ്പോൾ സകല എണ്ണവും മുട്ടുകുത്താൻ തയ്യാറായപ്പോൾ 3 ബാലന്മാർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇവനെ ആരാധിക്കത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞു. അവസാനം ഒരു കാര്യം പറയാം, ജീവനുള്ള ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തിയുടെ ശക്തി അന്ന് പ്രമാണത്തിന് വേണ്ടി നിന്ന ആ ബാലന്മാർക്ക് വേണ്ടി തീക്കകത്തും സിംഹക്കുഴിയിലും ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തി. അവസാനം പരിശുദ്ധമായ ഇസ്രായേലിന്റെ പരിശുദ്ധ ആലയത്തിനകത്ത് സമാഗമന കൂടാരം കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായി നിൽക്കുന്ന യെരുശലേമിലെ ദൈവത്തിന്റെ ആലയം, ശലോമോന്റെ ദൈവാലയം, അവിടുത്തെ പൊൻവെള്ളിപ്പാത്രങ്ങൾ, അവിടുത്തെ മനോഹരമായ പാത്രങ്ങൾ, അവിടുത്തെ തിരശീലകൾ വയ്ക്കുന്ന പാത്രങ്ങൾ, അവിടുത്തെ മനോഹരമായ പാത്രങ്ങൾ, എന്തിന് ഇടിച്ചെടുത്ത ഓയിലുകൾ ഒഴിച്ചു വെച്ച് കത്തിക്കുന്ന മനോഹരമായിരിക്കുന്ന പാത്രങ്ങൾ, അത് സൂക്ഷിക്കുന്ന പാത്രങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവ് 24 മണിക്കൂർ ഇറങ്ങി വസിക്കുന്ന ദൈവാലയത്തിലെ പാത്രങ്ങൾ, ഈ ബോക്സുകൾ പ്രതിഷ്ഠിച്ചതാണ്. ഇവിടെ ഇരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം പ്രതിഷ്ഠിച്ചതാണ്. ഇതൊരുത്തൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ പോയവനോട് ഇരുന്ന് സംസാരിക്കും. കാരണം ഇത് ദൈവത്തിൻ്റെ വകയായി മാറിക്കഴിഞ്ഞു. ഒരു സ്പൂണ് പോലും വാങ്ങിച്ചോണ്ട് വന്ന് പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വകയാണ്. നാളൊരു കാലത്ത് പാടില്ല, ഇത് വിശുദ്ധീകരിക്കണം. ആലയത്തിനകത്ത് വിശുദ്ധമാണ്. ഈ ആലയത്തിനകത്തുള്ള വിശുദ്ധമായ പാത്രങ്ങളെ എടുത്ത് ബെൽശസ്സർ പറയുന്ന രാജാവ് ഒരു രാത്രി അവനും അവന്റെ തോഴിമാരും വെപ്പാട്ടികളുമായി ചേർന്ന് മദ്യമൊഴിച്ചു. 24 മണിക്കൂറും യെരുശലേമിലെ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പാത്രങ്ങൾ അന്ന് പിടിച്ചുകൊണ്ടുവന്ന വഴിയിൽ ഈ പാത്രങ്ങൾ ഇവിടുത്തെ കൊട്ടാരത്തിനകത്ത് കൊണ്ട് വെപ്പാട്ടികളുമായി ഒരുമിച്ചിരുന്ന് വീഞ്ഞു കുടിച്ച് തിമിർക്കുമ്പോൾ ദൈവത്തിന്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങി. ഇനി വായിച്ചു വരേണ്ടത് അതിന്റെ ആ വാക്യം ഒന്ന് വായിച്ചു വന്നാട്ടെ. അതിന്റെ 24 മുതൽ വായിച്ച്. ഒരു മനുഷ്യന്റെ കൈവിരലുകൾ, ഇതിന്നും സംഭവിക്കും. ക്രിസ്ത്യാനിക്കവരെ പ്രാർത്ഥിക്കുന്നവരെ ആരെങ്കിലും എഴുന്നേറ്റാൽ ദൈവത്തിന്റെ വിരലുകൾ അവൻ കിടക്കുന്ന ബെഡ്റൂമിന്റെ ചുമരുകളിൽ എഴുത്തുകൾ വരും. എഴുതിയിട്ടുണ്ട്, എഴുത്തുകൾ മടന്നിട്ടുണ്ട്, ഇനിയും എഴുതും. ബൈബിളിൽ ചുമന്ന് പ്രാർത്ഥിക്കുന്ന ഒരുവനെ പട്ടണത്തിലിട്ട് ഒതുക്കാൻ ശ്രമിച്ചാൽ, ദൈവത്തിന്റെ ആലയമായ വിശുദ്ധ മന്ദിരമാണ് ഈ ശരീരം. ഈ ശരീരത്തെ നശിപ്പിക്കാൻ ഒരുത്തം ശ്രമിച്ചാൽ, ഈ ശരീരത്തെ ചവിട്ടി ചാമ്പലാക്കാൻ, ഈ ശരീരത്തെ ഏതെങ്കിലും വിധത്തിൽ അനാവൃതമാക്കാൻ ഇരുളിന്റെ ശക്തിക്ക് ആയുധമുണ്ടെങ്കിൽ നീ ഓർത്തോ, വിരലുകൾ നിനക്ക് വിരോധമായി ചലിക്കും. നമ്മൾ ആരാധിക്കുന്നവ ജീവനുള്ള ദൈവത്തെയാണ്. പ്രാർത്ഥിക്കുന്നവനവരെ ചലിച്ചാൽ, ആരാധിക്കുന്നവനവരെ ചലിച്ചാൽ, യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവനെ ചലിച്ചാൽ നമുക്ക് മടിയും വിപ്ലവങ്ങളും ഒന്നും നമുക്കില്ല. പക്ഷെ ഒരു കാര്യം ആത്മാവിൽ ഓർത്തുകൊള്ളണം, അവൻ ദൈവത്തിന്റെ വിരലുകൾ, ദൈവത്തിന്റെ വിരലുകൾ. എന്താണ് ദാനിയേൽ പ്രവചനത്തിൽ എന്താണ് എഴുത്ത്? ആ എഴുത്തൊന്ന് പെട്ടെന്ന് വായിച്ചാട്ട്. മെനെ മെനെ തെക്കേ ഉർഫസി. കാരിന്റെ അർത്ഥമാവിത്. മേന എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യം എണ്ണിക്കഴിഞ്ഞു, തീർന്നടാ നിന്റെ അവസാനം. കണ്ടോ, എഴുതിയ ദൈവം തമ്പുരാൻ തന്റെ കൈകൊണ്ട് എഴുതിയ എഴുത്ത് വായിക്കാൻ കഴിഞ്ഞില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലും ഉറുദിലും തമിഴിലും കർണാടകയിലുമല്ല ദൈവം എഴുതുന്നത്. ദൈവത്തിന് വേറൊരു ഭാഷയുണ്ട്, അതാണ് അന്യഭാഷ. ആർക്കും പറയാൻ കഴിയാത്ത യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവന് മാത്രം അവന്റെ നാവുകളിൽ എഴുതിക്കൊടുത്തിരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ. അന്യഭാഷ പറഞ്ഞുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞവന് മാത്രമേ ആ ഭാഷയുടെ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ. വിശുദ്ധിക്ക് വേണ്ടിയിരിക്കുന്ന നിൽക്കുന്ന ദാനിയേൽ ആത്മമണ്ഡലത്തിൽ വ്യാഖ്യാനിച്ചു. മന്ത്രവാദിക്കും സകലവാദികൾക്കും തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന ഈ വാക്കിന്റെ അർത്ഥം ഞാൻ പറയാം. നിന്റെ രാജ്യത്വം എണ്ണിക്കഴിഞ്ഞടോ, അന്തം വരുത്തി. ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ പാത്രത്തിൽ നിന്ന്, ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ പാത്രങ്ങളിൽ നിന്ന് നീ മദ്യം വിളമ്പി, നിനക്ക് അന്തം വരുത്തിയിരിക്കുന്നു. നാളെ നീ മദ്യം വിളമ്പില്ല, നാളെ നീ കുടിക്കത്തില്ല. വെപ്പാട്ടികളുടെ മടിയിൽ കിടന്നുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിന്റെ പാത്രങ്ങളിൽ വെള്ളമടിക്കുന്നവനെ, ചാരായം കുടിക്കുന്നവനെ, ദൈവത്തിന്റെ ആലയത്തിന്റെ പാത്രത്തെ അടിച്ചു തകർത്തവനെ എഴുതാൻ പോകുന്നു ദൈവത്തിന്റെ വിരലുകൾ. മെനെ മെനെ അന്തം വരുത്തിയിരിക്കുന്നു. എത്രയോ എഴുത്തുകൾ കാലത്തിന്റെ ചക്രങ്ങളിൽ എഴുതി മറഞ്ഞുപോയി. എഴുത്തുകളൊന്നും തീർന്നിട്ടില്ല. മെനെ മെനെ
ഊർവശി. അടുത്ത വാക്യം, തെക്കേൽ എന്ന് വെച്ചാൽ നിന്നെ തുലാസിൽ തൂക്കി. നീ പാത്രത്തിൽ മദ്യം തൂക്കിയപ്പോൾ നിന്നെ എന്റെ തുലാസിൽ തൂക്കി. നീ എത്ര വെയിറ്റ് ഉള്ളവനായാലും എന്റെ തുലാസിൽ നീ തൂങ്ങിക്കഴിഞ്ഞു. ഓ, ഇന്ന് രാത്രി എനിക്കറിയില്ല, ഇന്ന് പകലിൽ ഇങ്ങനൊരു പ്രസംഗത്തിനല്ല ഞാൻ ഇവിടെ നിന്നത്. പക്ഷെ ദൈവാത്മാവ് എവിടെയൊക്കെയോ ചില കെട്ടുകൾ പൊട്ടിക്കുന്നുണ്ട്. നീ അറിയാതെ നിന്റെ തലമുറയെ നശിപ്പിച്ച് കളയാൻ, നിന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയാൻ, മദ്യം കുടിപ്പിച്ച് ശരീരത്തെ നിർവീര്യമാക്കി കളയാൻ പദ്ധതിയിട്ട് വെല്ലുവിളിക്കുമ്പോ ഇരുളിന്റെ കുഴിമാടങ്ങള് ആത്മമണ്ഡലത്തിന്റെ ആരാധനക്കകത്ത് വെളിപ്പെട്ടു വരുമ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ ആഴങ്ങളിൽ ഇന്ന് പകൽ ചില വഴിയുന്നുണ്ട്. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിച്ചു കളയും. ഓ, ഞാനും നീയും ദൈവത്തിന്റെ മന്ദിരമാണ്. ക്രിസ്തു വസിക്കുന്ന മന്ദിരത്തെ എന്റെയും നിന്റെയും തലമുറകൾ കേരളം വിട്ട് ഇന്ത്യ വിട്ട് പല രാജ്യങ്ങളിൽ കിടക്കുകയാണ്. ആമേ, ആർത്തിപ്പുണ്ട്. വികാര മണ്ഡലങ്ങളിലൂടെ ഏതെങ്കിലും തലമുറകള് പട്ടണങ്ങളുടെ വെടിവിൽ വെച്ച്, ഏതെങ്കിലും മണ്ഡലങ്ങളിൽ വെച്ച്, ഏതെങ്കിലും ആഴങ്ങളിൽ വെച്ച് എന്റെയും നിന്റെയും തലമുറയെ മദ്യപിച്ച് ഏതെങ്കിലും മദ്യത്തിന് അടിമയാക്കി ബന്ധിച്ച്, കഞ്ചാവിന് അടിമയാക്കി ബന്ധിച്ച് സാത്താന്റെ ആരാധനയുടെ അകത്തിലെത്തി ചങ്ങല കെട്ടി കൊണ്ടുപോകാനാണ് നിന്റെ പദ്ധതിയെങ്കിൽ ഇന്ന് നിന്നെ തൂക്കിയിട്ടുണ്ടടാ പിശാചേ. ദൈവത്തിന്റെ സുരക്ഷിത വലയങ്ങൾ, ദൈവത്തിന്റെ കൃപയുടെ വലയങ്ങൾ, ആത്മമണ്ഡലത്തിന്റെ വലയങ്ങൾ, ഓ ദൈവ സാന്നിധ്യത്തിന്റെ വലയങ്ങൾ, അഭിഷേകത്തിന്റെ വലയങ്ങൾ ശോഭിക്കാനും പറയാനുമാണുണ്ടെന്ന് കാലഘട്ടത്തിൽ തെളിയിക്കുന്ന ദൈവത്തിന്റെ വിരലുകൾ. നിന്നെ ഞാൻ തുലാസിൽ തൂക്കിയിരിക്കുന്നു. അടുത്തെന്താ അക്ഷരം? അതിന്റെ രാജ്യം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിനക്ക് ഭരണം നടത്താൻ കഴിയില്ല. അടിവേര് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു പകൽക്കാലം ഒരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലെ ദൈവത്തിന്റെ ആലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങൾ തന്നെയാണ്. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ അന്നത്തെ പൊൻവെള്ളി പാത്രമല്ല, ഇന്നത്തെ പൊൻവെള്ളി പാത്രം യേശുക്രിസ്തുവിന്റെ രക്ഷകനും കർത്താവ് വീണ്ടുമായി അംഗീകരിക്കപ്പെട്ട ദൈവത്തിന്റെ മന്ദിരത്തിന്റെ പൊൻവെള്ളി പാത്രങ്ങളാണ് എന്റെയും നിന്റെയും ശരീരങ്ങൾ. ഈ ശരീരത്തെ ഉറുമ്പ് കടിക്കണമെങ്കിൽ, ഈ പട്ടണത്തിലെ മേപ്പക്കടയിലെ മലയങ്കീഴിലെ ഭാരതത്തിലെ കട്ടുറുമ്പ് നിന്റെ ശരീരത്തിൽ കടിക്കണമെങ്കിൽ അനുവാദമില്ലാതെ തൊടാൻ കഴിയില്ല. തകർന്ന് തരിപ്പണമായി പോകേണ്ട എത്രയോ സന്ദർഭങ്ങളിൽ ജീവിതത്തിന്റെ ഇടനാഴികളിലൂടെ കടന്നുപോയ കാലഘട്ടങ്ങൾ തകർത്ത് കളയാതെ ഇന്നും ദൈവം നിന്നെ ഈ മണ്ണിൽ സൂക്ഷിച്ചിരിക്കുന്നവന്റെ പ്രധാനപ്പെട്ട കാരണം തിരിച്ചറിഞ്ഞുകൊള്ളണം. ദൈവത്തിന്റെ കരുണയുടെ മകുടമായ സാന്നിധ്യങ്ങളാണ്. 5-ാമത്തെ എഴുത്ത്, ജീവപുസ്തകത്തിൽ പേരെഴുതുന്ന എഴുത്ത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വാക്യം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും നാമേ നിത്യ നരകത്തിൽ തള്ളിയിട്ട് കളയും. ഏവന എന്നാണ് പേര്. എത്ര വലിയ പേരായാലും ചെറിയ പേരായാലും ആരായാലും ഏതായാലും ഏത് വ്യക്തിയായാലും ഏത് കോടീശ്വരനായാലും ഏത് വലിയ വ്യക്തിയായാലും വലിയ വ്യക്തിയായാലും ലോകത്തിൽ എത്ര ഉന്നതനായാലും ശരി തന്നെ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട് കളയും. ഒരിപ്പോഴാണ് നമ്മുടെ പേരെഴുതുന്നത്. കർത്താവായ യേശു ക്രിസ്തു റോമാലേഖന 10-ാം അധ്യായം 9-ാമത്തെ വാക്യപ്രകാരം യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാലുവരിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തു എന്റെ പാപത്തിനും രോഗത്തിനും ശാപത്തിനും വേണ്ടി 2 കള്ളന്മാരുടെ മധ്യത്തിൽ പച്ച പയമര കുരിശിൽ 3 മുള്ളാണികളിൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നും ഗബ്ബത മുതൽ ഗോൽഗോത്ത മുതൽ ഗസ്തമന ഗോൽഗോത്ത, അതേ കാൽവറിയിലെ കൊലക്കളങ്ങളിലൂടെ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 6.5 ലിറ്റർ രക്തം ഞാൻ ചെയ്ത പാപത്തിന്റെ കുരുത്തക്കേടിന് വേണ്ടി കാൽവറിയുടെ കൊലകൊരമരത്തിൽ മരിച്ചു, അടക്കപ്പെട്ട് രക്തം എനിക്ക് വേണ്ടി ചീറ്റിത്തന്ന് അരമത്തിലെ ജോസഫിന്റെ പുതിയ കല്ലറയിൽ അടക്കം ചെയ്ത് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിന്റെ മഹാശക്തിയോടുകൂടെ, അതേ ഉയർപ്പിന്റെ മഹാശക്തിയോടുകൂടെ പിതാവായ ദൈവം പീലാത്തോസിന്റെ സകല മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് മരണത്തെ ജയിച്ചുകൊണ്ട് മരണത്തിന്റെ മുള്ളിനെ ഒടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ സർവശക്തനായ ദൈവത്തിന്റെ മകുടമായിരിക്കുന്ന നസ്രയനായിരിക്കുന്ന തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഉയർത്തി പരിശുദ്ധാത്മാവിൽ ഉയർത്തിയെടുത്ത് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവരെ വീണ്ടും മധ്യാകാശത്തിൽ ചേർക്കുവാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ചേർക്കുവാൻ വേണ്ടി മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിനെ അവൻ രണ്ടാമതായി വരുമെന്നും എനിക്കിവിടെ ഉയർപ്പുണ്ടെന്നും ഞാൻ ഇവിടെ മരിച്ച മണ്ണിനോടും വെള്ളത്തോടും ചാരത്തോടും ചേർന്നാലും ഇന്നല്ലെങ്കിൽ നാളെ ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ
ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഹൃദയം കൊണ്ട് വായ കൊണ്ട് വിശ്വാസത്തോടെ ഹൃദയം കൊണ്ട് ഏറ്റുപറയുന്ന നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ അവൻ എഴുതും.